ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഞായറാഴ്ച ദിവസമല്ലേ. അപ്പോൾ നമുക്ക് ഞായറാഴ്ച ദിവസം നിറയെ ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരാഴ്ചയിൽ കുട്ടികൾ കോളേജിൽ പോയിട്ടുള്ള കാര്യങ്ങളും ലീവ് ആകുമ്പോഴല്ലേ നമുക്ക് ഓരോന്ന് വൃത്തിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ ദിവസവും ചെയ്യണ ജോലികളൊക്കെ തന്നെ. അപ്പോൾ ഞാനിതുപോലെ അതുപോലെ അടിച്ചൊക്കെ വാരി ടി വി സ്റ്റാൻഡിൻ്റെ അവിടെയൊക്കെ നിറയെ പൊടിയാണ് കേട്ടോ. അതായത് ഞങ്ങളുടെ വീട് റോഡ് സൈഡിലാണ്. അപ്പോൾ വണ്ടികളൊക്കെ പോകുമ്പോൾ നല്ല പൊടിയായിരിക്കും ഉള്ളിലോട്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇതേപോലെ സോഫ ഷീറ്റെല്ലാം എടുത്ത് കുടഞ്ഞ് ക്ലീൻ ചെയ്യുക എൻ്റെ പണിയാണ്. അതങ്ങനെ ചെയ്യുകയാണ് ഞാൻ. പിന്നെ റോഡ് സൈഡ് ആയതുകൊണ്ട് വലിയ വണ്ടികളും എല്ലാം പോകും. അപ്പോൾ ജനൽ നമുക്കിപ്പോൾ തുറന്ന് തന്നെ വെക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ചൂടറിയാലോ, നല്ല ചൂടല്ലേ. അതുകൊണ്ട് എല്ലാ ജനലും രാവിലെ തന്നെ തുറന്ന് വയ്ക്കും കേട്ടോ. അപ്പം ചൂട് കാരണം ജനൽ തുറന്ന് വയ്ക്കും. പക്ഷേ നമുക്ക് ഇതുപോലെ പൊടികൾ ഉള്ളിൽ കയറുകയും ചെയ്യും. അപ്പോൾ ആഴ്ചയിലേ ഞാനിതൊക്കെ ഇങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യാണ്. സോഫ വിരിയെല്ലാം കുടഞ്ഞ് വിരിച്ച് ടി വി ഒരു പുതിയ ടി വി ആണ് കേട്ടോ ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ ഞാൻ നമ്മുടെ സ്റ്റഡി ടേബിളാണ് കേട്ടോ ഞാൻ വൃത്തിയാക്കുന്നത്. അതിപ്പോൾ 2 പേർക്കും എക്സാം നടക്കുകയാണ് കേട്ടോ. തേർഡ് ഇയറിലെ എക്സാം നടക്കുകയാണ്. AI എൻജിനീയറിൻ്റെയാണ് പഠിക്കുന്നത് കുട്ടികൾ 2 പേരും. അപ്പോൾ ഇപ്പോൾ എക്സാം അല്ലേ, അപ്പോൾ പഠിച്ചിട്ട് ബുക്കൊക്കെ അങ്ങനെ ഇട്ടിട്ട് തന്നെ പോവുകയാണ്. പെട്ടെന്ന് പോയതാണ്, ഒരു കോള് വന്നപ്പോൾ. അപ്പോൾ ഞാൻ അതൊക്കെ വൃത്തിയാക്കി. പിന്നെ ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ ആഴ്ചയിൽ വൃത്തിയാക്കും. ഞാൻ ആഴ്ചയിലൊക്കെ വൃത്തിയാക്കും. മോള് 2-3 ദിവസം കൂടുമ്പോഴൊക്കെ ഷീറ്റ് മാറ്റും കേട്ടോ. അവൾക്ക് ഈ അലർജി ഉള്ളതുകൊണ്ട് 2 ദിവസം 3 ദിവസമൊക്കെ കൂടുമ്പോൾ ഷീറ്റ് പില്ലോ കവറൊക്കെ മാറ്റിയിടും. ഞാൻ ഒരാഴ്ചയിലെ പണികളാണ് ഇതൊക്കെ. പില്ലോ ഒക്കെ കവറെല്ലാം മാറ്റി എല്ലാം അതൊക്കെ വൃത്തിയാക്കി ഷീറ്റെല്ലാം വേറെ വിരിച്ച്, അതൊക്കെ എൻ്റെ ഈ ആഴ്ചയിലെ പണികളാണ്. അപ്പോൾ കുറേ ജോലികളൊക്കെ ഉണ്ട് കേട്ടോ വീട്ടിൽ. അത് റോക്കിയൊക്കെ ഉള്ളതുകൊണ്ട് അവൻ ഏത് സമയം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. ഞാൻ ഇങ്ങനെ പുറകെ പോയാൽ ഞാൻ എന്ത് ജോലി ചെയ്യുമ്പം എൻ്റെ പുറകെ തന്നെ അവനുണ്ടാവും. ഇപ്പം പറഞ്ഞുള്ള അവനെൻ്റെ പുറകെ തന്നെ വരികയാണ് കേട്ടോ. ഷീറ്റൊക്കെ കുടഞ്ഞ് വിരിച്ചിട്ട് ബാക്കി അതൊക്കെ എടുത്ത് അലക്കാനിട്ടിട്ട് ഞാൻ ബാക്ക് സൈഡ് അടുക്കള സൈഡ് അടിക്കാൻ വരികയാണേ. അടുക്കള സൈഡിൻ്റെ അവിടെ എന്താണെന്ന് വെച്ചാൽ ഈ അടുപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ പൊതിച്ചതിൻ്റെ മടലൊക്കെ അവിടെ പെട്ടെന്ന് തേങ്ങ പൊതിച്ചിട്ട് മടലൊക്കെ അവിടെ ഇടും. പിന്നെയാണ് കേട്ടോ അതെല്ലാം എടുത്ത് വയ്ക്കുന്നത്. എടുത്ത് വെച്ചില്ലെങ്കിൽ ശരിയാവില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ പാമ്പുകളൊക്കെ വരും. മൂർക്കൻ, അണലി അങ്ങനെയുള്ള പാമ്പുകളൊക്കെ ആയിരിക്കും വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഇങ്ങനെ പതുക്കിയ മാതിരി വെക്കാനായിട്ട് പതുങ്ങിയ പോലെ ഒന്നും വെക്കാൻ ഞാൻ വെക്കില്ല. എല്ലാം അപ്പോൾ തന്നെ എടുക്കും. ഇതുപോലുള്ള ജോലികളൊക്കെ അപ്പോൾ തന്നെ എടുത്ത് മാറ്റി ഒഴിവാക്കി വിടും കേട്ടോ. അപ്പോൾ റോക്കി അത് കഴിഞ്ഞിട്ട് അവിടെയൊക്കെ പോവാണ്. റോക്കി എന്നേക്കാളും മുമ്പേ പോയിട്ട് റോക്കി എല്ലാം നോക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ പതിവ് പോലെ തന്നെ മുറ്റമൊക്കെ അടിച്ച് കൊണ്ടിരിക്കുകയാണ്. ഒരു മഴയുടെ ഒരു കോള് വൈകുന്നേരം ആകുമ്പോൾ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം വേഗം പണികൾ ചെയ്യാൻ പറഞ്ഞിട്ട് വേഗം ഒതുക്കുകയാണ്. കുട്ടികൾ 2 പേരും ഇവിടെ ഇല്ല. ഏട്ടനാണെങ്കിൽ ജോലിക്കും പോയിരിക്കുകയാണ്. നമ്മുടെ അവിടെ കൊതുകിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ജനലുകളെല്ലാം അടച്ച് സേഫാക്കാണ് കേട്ടോ. അല്ലെങ്കിൽ കൊതുകൊക്കെ ഉള്ളിൽ കയറും. പിന്നെ തേങ്ങ ഇടാൻ ആൾ വന്നിട്ടില്ല. അതിന് മുമ്പേ ഉള്ളതാണ് കേട്ടോ ഇത്. ഇപ്പോഴാൾ വന്ന് തേങ്ങയൊക്കെ എടുത്ത് മാറ്റി വെച്ചു. അതിന് മുമ്പേ ഉള്ള വീഡിയോ ആണിത്. തേങ്ങയൊക്കെ ഇങ്ങനെ ടെറസിൻ്റെ മുകളിൽ വീണുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അതെല്ലാം എടുത്തിട്ട് എല്ലാം താഴെ കൊണ്ട് വെച്ചു. ഇത് നമ്മുടെ കണ്ടോട്ടും നമ്മുടെ മാങ്ങകളാണ് കേട്ടോ. അവർക്ക് വലുതാവാനുള്ള സൗകര്യം പോലും അവർക്കില്ല. അതായത് മാങ്ങകൾ ഇങ്ങനെ തൂങ്ങി നിലത്ത് ടെറസിൽ മുട്ടി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ഒരു കമ്പ് വെച്ചിട്ട് അതിനെ ഒന്ന് പൊക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ അത് പറ്റുന്നില്ല എന്നെക്കൊണ്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാം തൂങ്ങി അങ്ങനെ കിടക്കുകയാണ് കേട്ടോ. മാങ്ങകളാണെങ്കിൽ നിറയെ ഉണ്ട്. അപ്പോൾ അത് നിലമുട്ടി കിടക്കുമ്പോൾ അവർക്ക് വളരാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനൊരു വേറൊരു കമ്പും അങ്ങനെ 2-3 കമ്പൊക്കെ കൊണ്ടുവന്നിട്ട് വടിയൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു അപ്പുറവും ഇപ്പുറവും ഒന്ന് കൂട്ടി വെച്ചിട്ട് അതിനെ ഒന്ന്
പൊക്കി വെക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്നില്ല, പക്ഷെ ഞാൻ വെക്കുമ്പോഴത്തേക്കും ഇങ്ങോട്ട് തന്നെ താഴത്തോട്ട് തന്നെ തൂങ്ങി വരികയാണ്. അപ്പോൾ ഞാൻ അതിനെയൊക്കെ ഒന്ന് കറക്റ്റാക്കി ഒന്ന് ഒപ്പിച്ച് വെച്ചു. പിന്നെ ഇതാ തുണികളൊക്കെ അലക്കിയതൊക്കെ എടുത്ത് മടക്കി വയ്ക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ എല്ലാ തുണിയും ഉണ്ട്. ടെറസിൽ ഞാൻ തുണി വിരിക്കും, താഴയിലും വിരിക്കും കേട്ടോ. അപ്പോൾ അഴയിൽ വിരിച്ചിട്ട് വെയിലുള്ള സമയത്ത് ഈ അഴയിൽ തന്നെ വിരിച്ചാൽ മതി, അപ്പം തന്നെ എല്ലാം നമുക്ക് ഉണങ്ങി കിട്ടും. അപ്പോൾ അതൊക്കെ എടുത്തു കൊണ്ടുവന്ന് താഴെ കൊണ്ടുപോയിട്ട് വേണം ഇനി മടക്കി വയ്ക്കാൻ. ചിലപ്പോൾ ഞാൻ അപ്പം തന്നെ അവിടെ വെച്ച് തന്നെ മടക്കും കേട്ടോ. പിന്നെ ഇതാ താഴെ ഇതൊക്കെ കൊടൈക്കനാൽ പോയപ്പോൾ വാങ്ങിച്ചാണ് കേട്ടോ. ഞങ്ങളൊരു ഭംഗിക്ക് വാങ്ങിച്ചാണ്. അതിൻ്റെ മണിയൊക്കെ ചിലതൊക്കെ വിട്ട് കഴിഞ്ഞു. പക്ഷേ ഫ്രണ്ട് വശത്ത് അതിങ്ങനെ തൂക്കിയിടുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ, അതുകൊണ്ട് അതിലൊക്കെ വാറാമ്പലൊക്കെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ആഴ്ചയിൽ നമ്മുടെ ഒരു സൺഡേ ദിവസത്തെ പണികളാണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഞാനെല്ലാം പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കി. പിന്നെ ഇടയിൽ പറയുന്നതെന്ന് വിചാരിക്കണ്ട കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഉള്ളിൽ പോയിട്ട് മറന്നു പോയത്. 2 ചെടിയെടുത്ത് ഫ്രണ്ടിൽ വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചെയ്താൽ എൻ്റെ ഇന്നത്തെ ഏകദേശം ജോലി കഴിഞ്ഞു കേട്ടോ. ഞാനൊരു ഡെയിലി വ്ളോഗൊക്കെ ഇടണ്ട്, രാവിലെ മുതൽ രാത്രി വരെയുള്ള വ്ളോഗൊക്കെ എനിക്ക് ഇടണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഇതാ ചെടിയൊക്കെ വെച്ച് ഭംഗിയുണ്ടോ